വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടാനിറങ്ങുകയാണ് ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ. ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും കൺസേൺ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ഒരു 11 ആയിരുന്നിരിക്കും. ആ 11 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഷമിയും ഹാർദിക് പാണ്ഡ്യയും മാത്രമായിരുന്നു രണ്ട് ലീഡ് പേസ് ബോളേഴ്സ് എന്ന് പറയുന്നത്. അതിലാണെങ്കിൽ ഷമി ഇഞ്ചേർഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പൂർണ്ണമായിട്ടും അദ്ദേഹം ഇഞ്ചുറിയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. 4 ഓവറുകൾ മാത്രമായിരുന്നു എറിഞ്ഞത്. ആ 4 ഓവറുകൾ നല്ല എക്കോണമിയിലാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്നലത്തെ മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോളിംഗ് സൈഡിനെ കുറിച്ച് വ്യക്തമായ അവബോധം രോഹിത് ശർമ്മയ്ക്കുണ്ട്. പിച്ച് കണ്ടീഷനെ കുറിച്ചും നമ്മുടെ ടീമിനെ കുറിച്ചും വ്യക്തമായ അവബോധം ഉള്ളതുകൊണ്ട് തന്നെ വ്യക്തമായ പ്ലാനിങ്ങും അത് ഗ്രൗണ്ടിൽ മനോഹരമായി എക്സിക്യൂട്ട് ചെയ്യാനും രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച അനുഭവപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. ടോപ്പ് ഓർഡറിൽ ആർക്കും തന്നെ ക്ലച്ച് പിടിക്കാൻ സാധിച്ചില്ല. രോഹിത് ശർമ്മ, ഗില്ല്, അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി എന്നിവരുടെ വിക്കറ്റുകൾ വീഴുന്നു. അതിനുശേഷം വന്ന ശ്രേയസ് അയ്യർ, അതോടൊപ്പം തന്നെ അക്സർ പട്ടേൽ എന്നിവരുടെ ഇന്നിങ്സുകൾ വിലമതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. മനോഹരമായിട്ടാണ് സിറ്റുവേഷൻ അനുസരിച്ച് അവർ കളിച്ചു പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു ഫിനിഷിംഗ് സൈഡിലെ പ്രകടനവും ടീമിനെ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിലെ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, കോഹ്ലിയുടെ വിക്കറ്റ് അവർ പിടിച്ചെടുത്ത വിക്കറ്റാണ്. ഗ്ലെൻ ഫിലിപ്സിന് അതിൽ 100 മാർക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ കെയ്ൻ വില്യംസിന് എടുത്ത ആ ക്യാച്ചും അടിപൊളി തന്നെയായിരുന്നു. ഫീൽഡിംഗ് സൈഡിൽ ന്യൂസിലാൻഡിൻ്റെ പ്രകടനം എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രത്തോളം ബെറ്ററാണ് ഓരോ വർഷം കഴിയുന്നതോടെ അവർ എത്രത്തോളം ബെറ്റർ ആയിട്ടാണ് വരുന്നത്. തിരിച്ച് ഇന്ത്യൻ ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ന്യൂസിലാൻഡ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന കെയ്ൻ വില്യംസിന് മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഒരു ബിഗ് സ്കോർ പിറന്നത് പിന്നീട് മിച്ചൽ സാൻഡറിന്റെ ബാറ്റിൽ നിന്ന് മാത്രമാണ്. വില്യം 22 റൺസ് എടുത്ത് 35 കൊടുത്തു. അതോടൊപ്പം തന്നെ കെയ്ൻ വില്യംസിന്റെ ആയ ഇന്നിങ്സ്, കെയ്ൻ വില്യംസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് കൊടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 120 ബോളിൽ നിന്ന് 81 റൺസ് നേടി കെയ്ൻ വില്യംസൺ പുറത്തായപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു സമാധാനമായെന്ന് പറയാം. കാരണം കെയ്ൻ വില്യംസൺ അവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും ചെറിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു സൈഡിൽ നിന്ന് മിച്ചൽ സാൻഡർ വന്ന അവസാന സമയത്ത് 31 ബോളിൽ 28 റൺസ് അടിച്ചിട്ട് പോയി. വരുൺ ചക്രവർത്തിയുടെ പ്രകടനം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് ടീമിലേക്ക് വന്നത്. കിട്ടിയ അവസരം നന്നായിട്ട് തന്നെ മുതലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 5 എടുത്തിട്ടാണ് ആൾ പോകുന്നത്. ടീമിൽ തുടരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. എന്തായിരിക്കും സെമി ഫൈനലിൽ ഇന്ത്യയുടെ പ്ലാനിങ് എന്നറിയില്ല. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓസ്ട്രേലിയയുടെ ബോളിംഗ് സൈഡും ആവറേജ് ബോളിംഗ് സൈഡാണ്. പക്ഷേ ബാറ്റിംഗ് ഡെപ്ത് നല്ല രീതിയിലുള്ള ടീമാണ് ഓസ്ട്രേലിയ. പിന്നെ ദുബായ് പിച്ചുകളെ കുറിച്ച് ഒരു വ്യക്തമായ അവബോധം ഇപ്പോൾ ടീമിന് ഉണ്ടായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓരോ മത്സരം കഴിയുന്നതോറും പിച്ച് കണ്ടീഷൻ കുറച്ച് കുറഞ്ഞ് വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരുപാട് നല്ലൊരു ബാറ്റിംഗ് കണ്ടീഷനിലേക്ക് പോകുന്നില്ല. ഇനി സെമി ഫൈനലിലേക്ക് എന്തുതരം പിച്ചായിരിക്കും വരിക എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ദിവസം കമൻറ്റ് അറിയപ്പെടുത്തേക്കും. യൂറോ സൈനികം ബൈ. എല്ലാവരും ഓസ്ട്രേലിയ ആയിട്ടുള്ള ആ ഒരു മാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. നാളെയാണ് മത്സരം നടക്കാൻ പോകുന്നത്. എന്തായാലും ഇത്തവണ ഓസ്ട്രേലിയ ഇന്ത്യ വെറുതെ അങ്ങ് വിടില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ലെറ്റ്സ് സീ.